അങ്ങനെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിഷുവും കടന്നുപോയി. വോട്ടെണ്ണാൻ ഈ ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടവേളയിൽ നമ്മൾ ബേപ്പൂർ മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു തീരദേശ നിയോജക മണ്ഡലമാണ് ബേപ്പൂർ. ബേപ്പൂരിൻ്റെ പ്രത്യേകത അത് സ്ഥിരമായിട്ട് CPM സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. ഈ ബേപ്പൂർ മണ്ഡലത്തെ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്നത് സഖാവ് ചാത്തുണ്ണി മാസ്റ്ററായിരുന്നു. ചാത്തുണ്ണി മാസ്റ്റർ 1977 തോറ്റുപോയി. അതാണ് ഒരു മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പിന്തുണയുള്ള സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ തോറ്റ തോൽവി. 80 മുതൽക്ക് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. 80-ൽ നമ്മുടെ NP മൊയ്തീൻ ജയിച്ചു. പിന്നീട് ആ മണ്ഡലം ഇടതുപക്ഷം, NP മൊയ്തീൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ അന്ന് അദ്ദേഹം A ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം ജയിക്കുകയാണ് ചെയ്തത്. 82 മുതൽക്ക് ആ മണ്ഡലം CPM തിരിച്ചു പിടിച്ചു. പിന്നീട് TK ഹംസ മത്സരിക്കാൻ തുടങ്ങി. ഹംസ പലതവണ ജയിച്ചു. ഹംസയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കോലീബി സഖ്യമുണ്ടാക്കി, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. ഡോക്ടർ മാധവൻകുട്ടി മത്സരിച്ചു, ഒരു വിശേഷം ഉണ്ടായില്ല. പിന്നെ അങ്ങനെ നിരന്തരമായിട്ട് CPMകാർ ജയിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്